Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. കാണാപാഠം പഠിക്കാതെ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വൈദ്യുത പ്രതിരോധകതയുടെ അഥവാ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ഓം പെർ മീറ്റർ ക്യൂബ്. ഓപ്ഷൻ ബി ഓം പെർ മീറ്റർ. ഓപ്ഷൻ സി ഓം മീറ്റർ. ഓപ്ഷൻ ഡി ഓം മീറ്റർ ക്യൂബ്. ഇത് വെറുതെ ഊഹിച്ച് എഴുതുന്നതിന് പകരം എങ്ങനെ സ്വയം കണ്ടെത്താം എന്ന് ഞാൻ കാണിച്ചു തരാം. ഏതൊരു അളവിന്റെയും യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും അതിന്റെ അടിസ്ഥാന സമവാക്യത്തിൽ നിന്നാണ് തുടങ്ങുക. സ്ക്രീനിലെ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ചാലകത്തിന്റെ നീളം L എന്നും വണ്ണത്തിന്റെ വിസ്തീർണം A എന്നുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചാലകത്തിന്റെ പ്രതിരോധം അതിന്റെ നീളത്തിന് നേർ അനുപാതത്തിലും വിസ്തീർണത്തിന് വിപരീത അനുപാതത്തിലുമാണ് എന്ന് നമുക്കറിയാം. ഇവ രണ്ടും ചേർക്കുമ്പോൾ നമുക്ക് ഈ സമവാക്യം ലഭിക്കും: R = ρ × L ഹരിക്കണം A. ഇതിലെ റോ ആണ് നമ്മുടെ ഇന്നത്തെ താരം അഥവാ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് കണ്ടെത്താൻ ഈ റോയെ നമുക്കൊന്ന് ഒറ്റയ്ക്കാക്കാം. അതായത് റോ ഒരു വശത്ത് മാത്രം വരുന്ന രീതിയിൽ മാറ്റിയെഴുതണം. ഘട്ടം 1. ഛേദത്തിലുള്ള L-നെയും അംശത്തിലുള്ള A-യെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എതിർവശത്തേക്ക് മാറ്റിയാൽ റോ = R × A ഹരിക്കണം L എന്ന് ലഭിക്കും. ഘട്ടം 2. ഇനി ഈ പുതിയ സമവാക്യത്തിലേക്ക് അവയുടെ SI യൂണിറ്റുകൾ നൽകാം. അപ്പോൾ റോയുടെ യൂണിറ്റ് = ഓം × മീറ്റർ സ്ക്വയർ ഹരിക്കണം മീറ്റർ. ഇവിടെ മുകളിൽ മീറ്റർ സ്ക്വയറും താഴെ ഒരു മീറ്ററുമുണ്ട്. നമുക്ക് മുകളിലും താഴെയുമുള്ള ഓരോ മീറ്റർ വീതം എളുപ്പത്തിൽ വെട്ടിക്കളയാവുന്നതാണ്. അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? അതെ, ഓം മീറ്റർ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. നമ്മുടെ ഓപ്ഷനുകൾ നോക്കിയാൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നമുക്കത് അടയാളപ്പെടുത്താം. വളരെ നന്നായിരിക്കുന്നു. കാണാപാഠം പഠിക്കുന്നതിനേക്കാൾ സമവാക്യങ്ങളിൽ നിന്നും യൂണിറ്റുകൾ കണ്ടെത്തുന്നത് പരീക്ഷകളിൽ നിങ്ങൾക്ക് വളരെ സഹായകമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹാപ്പി ലേണിംഗ്.